സജിത ബേട്ടി 145, സരയു മോഹൻ 224. ഞാൻ ഓർഡറിൽ ഇലക്ട് ചെയ്ത ആൾക്കാരെ വായിക്കാം. സരയു മോഹൻ, ആശ അരവിന്ദ്, അഞ്ജലി നായർ ആൻഡ് നീന കുറുപ്പ്. They are declared elected as Executive Committee Lady Reservation. അടുത്തത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ജനറൽ. ജോയ് മാത്യു 225, കൈലാഷ് 257, നന്ദു പൊതുവാൾ 165, ഡോക്ടർ റോണി ഡേവിഡ് രാജ് 213, സന്തോഷ് കീഴാറ്റൂർ 243, സിജോയ് വർഗീസ് 189, ടിനി ടോം 234, ബിനു മോഹൻ 220, കൈലാഷ്, സന്തോഷ് കീഴാറ്റൂർ, ടിനി ടോം, ജോയ് മാത്യു, ബിനു മോഹൻ, ഡോക്ടർ റോണി ഡേവിഡ് രാജ് ആൻഡ് സിജോയ് വർഗീസ്. They are declared elected as Executive Committee General. Thank you. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളെ ഹാർദമായി അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ പത്രസമ്മേളനം ജോയിന്റ് സെക്രട്ടറി ഡിക്ലെയർഡ് ഇലക്ടഡ്. സർ ജോയിന്റ് സെക്രട്ടറി അൺഅപ്പോസ്ഡ് ഇലക്ടഡ് ആണ്. അതും കൂടെ ഒന്ന് സാർ അനൗൺസ് ചെയ്യണം പ്ലീസ്. ജോയിന്റ് സെക്രട്ടറി ഡിക്ലെയർഡ് അൺഅപ്പോസ്ഡ്. സോറി അത് ഇതിൽ എഴുതിയിട്ടില്ല. ജോയിന്റ് സെക്രട്ടറി അൻസിബ ഹസൻ, she is declared unopposed. ഓക്കെ, ഒരു സെന്റൻസ് കൂടെ പറഞ്ഞിട്ട് ഞാൻ വേദി പുതിയ ഭാരവാഹികൾക്കായി ഒഴിയാം. ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാം ഓർക്കേണ്ടത് ദേവൻ നമ്മളോട് പറഞ്ഞ ഒരു കാര്യമാണ്. പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, വനിതകൾക്ക് വേണ്ടി സംവരണം ചെയ്യേണ്ട കാര്യമില്ല, അവർ മത്സരിച്ച് ജയിച്ച് വരട്ടെ എന്ന വലിയ മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോ ഇത് അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞത് ശ്വേതാ മേനോൻ അമ്മയുടെ അമ്മയാണെങ്കിൽ ഞാൻ അമ്മയുടെ അച്ഛനാണ്. അതാണ് ആ സ്പിരിറ്റ്. ദേവന് ഒരു വലിയ കൈയടി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുക. അതാണ് സ്പിരിറ്റ്. ഏറ്റവും നല്ല സ്പിരിറ്റ് കാണിച്ചിരിക്കുകയാണ്. വളരെ ഉദാത്തമായിട്ടുള്ള ചിന്തയാണ്. ഇപ്പോ നമ്മള് സംവരണം വനിതകൾക്ക് വേണ്ടി നീക്കി വെക്കുന്നു, മാറ്റിവെക്കുന്നു എന്നൊക്കെ പറയുന്നതിന് അപ്പുറം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് ഇവിടെ നടന്നത്. ഭാരവാഹികളെ എല്ലാവരും തന്നെ അഭിനന്ദിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഈ പ്രോസസ്സ് ഗംഭീര